പുതുശ്ശേരി അന്നപൂർണേശ്വരി മണ്ഡപത്തിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര നടത്തി. പുതുശ്ശേരി ഉള്ളാട്ടുകാവിൽ നിന്നാരംഭിച്ച രുക്മിണി സ്വയംവര ഘോഷയാത്ര യജ്ഞവേദിയിൽ സമാപിച്ചു. തുടർന്ന് ഭാഗവത പാരായണം, പ്രത്യേക പൂജകൾ, സ്വയംവര ചടങ്ങുകൾ എന്നിവ നടന്നു. തൃപ്പാളൂർ ഉണ്ണികൃഷ്ണനാണ് യജ്ഞാചാര്യൻ. 18 അക്ഷൗഹിണി സൈന്യമാണ് മഹാഭാരത യുദ്ധത്തിൽ ഉണ്ടായിരുന്നത്. 23 അക്ഷൗഹിണി സൈന്യമായിട്ട് ജടാസന്ധന്റെ നേതൃത്വത്തിൽ മധുരാപട്ടണത്തെ വളർന്നതാണ്. ഭഗവാൻ നോക്കി മട്ടുപ്പാളിൽ നോക്കുമ്പോഴാണ് 4 ഗുരുവിനെ മതത്തിൽ വളർന്നിരിക്കുക. എന്ത് ചെയ്തു? നേരെ ഉള്ളിലേക്ക് ധ്യാനിച്ചിരുന്നതാണ്. ജ്ഞാനത്തിന്റെ അവസാനത്തില് വൈകുണ്ഠ ലോകത്തിൽ നിന്ന് ഒരു രഥം, 4 കുതിരകള്, 4 എന്ന സൂര്യൻ, ഭഗവാന്റെ ആയുധങ്ങള്. ഭഗവാന്റെ ആയുധങ്ങൾ സ്വയത്തിന്റെ ആവശ്യമില്ല, അല്ലേ? ഹനുമാൻജി, ഗതി, ശാന്തി, ശംഖി, സത്വീസ്, നന്ദകി എന്നൊക്കെ പറയുന്നില്ലേ? അങ്ങനെയുള്ള ആയുധങ്ങളെ ഒപ്പം ഭഗവതി സ്വാമിയുടെ ആയുധം കഴിക്കുന്ന ഒലക്കയും കലക്കയും, ഇതാണ് ഭഗവതി സ്വാമിയുടെ ആയുധങ്ങൾ. എല്ലാം ഒന്നുമാണ്. അന്നപൂർണേശ്വരി മാതൃസമിതിയാണ് പാരായണത്തിന് നേതൃത്വം നൽകുന്നത്. 28-ന് ഞായറാഴ്ച സമാപന ദിവസം പ്രസാദ ഊട്ടുണ്ടായിരിക്കും. യുടിവി ന്യൂസ്, പാലക്കാട്.